നമസ്കാരം. ചൈതന്യം നിങ്ങളുടെ മുന്നിലേക്ക് ഈ തിരുവോണത്തിന് രാശിസ്ഥിതി ഫലങ്ങൾക്കാൾ ഉപരി നമ്മുടെ നാട്ടിലെ തിരുവോണം എന്ന് പറയുന്ന ആ ആഘോഷം, ഓരോ ജാതി മതസ്ഥർക്ക് ഓരോ തരത്തിലുള്ള ആഘോഷങ്ങളുണ്ട്. അത് മുസ്ലിമിനായിക്കോട്ടെ, ഇസ്ലാമിനായിക്കോട്ടെ, മുഹമ്മദീയർക്കായിക്കോട്ടെ, അഹമ്മദീയർക്കായിക്കോട്ടെ, സിഖുകാർക്കായിക്കോട്ടെ, ക്രിസ്ത്യൻസിനായിക്കോട്ടെ, യഹൂദർക്കായിക്കോട്ടെ, ഹിന്ദുക്കളിൽ ഒത്തിരി വിഭാഗങ്ങളുണ്ട്. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. ഹിന്ദുക്കളിൽ തന്നെ ദീപാവലി, ശിവരാത്രി, ഹോളി, ഇങ്ങനെ പലതരത്തിലുള്ള ആഘോഷങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദക്ഷിണേന്ത്യയിൽ, കേരളക്കരയിൽ ഈ ആഘോഷം ഏറ്റവും വലുത് തിരുവോണം തന്നെയാണ്. അത് സർക്കാർ തന്നെ ഇപ്പോൾ കുറേ കാലം കൊണ്ട് ഏറ്റെടുത്ത് പലതരത്തിലുള്ള ആഘോഷ കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ആഘോഷം എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷം മനുഷ്യനുണ്ട്, അതിൻ്റെ എത്രയോ ഇരട്ടിയാവുമ്പോഴാണ് ആഘോഷമെന്നാണ്. നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞ് കേട്ടിട്ടുള്ളത് മനുഷ്യന് തൃപ്തിയാവണമെന്നാണ്. അപ്പം തൃപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലുതുണ്ടെന്നുള്ളതാണ്. സംതൃപ്തി എന്ന് പറയും. അപ്പം ആ സംതൃപ്തിയുടെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ നമ്മൾ മാത്രം സംതൃപ്തിപ്പെട്ടാൽ പോരാ, നമ്മുടെ കൂടെയുള്ള എല്ലാവരും സംതൃപ്തിപ്പെടണം. നമ്മുടെ കൂടെയുള്ള എല്ലാവരും സംതൃപ്തിപ്പെടണമെങ്കിൽ അവരിലും ആഘോഷത്തിൻ്റെ മനസ്സ്, പ്രവൃത്തി ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പം ഇതിനെ അവർ സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോകുമ്പോഴാണ് 10 days അതിന് നിശ്ചയിച്ചിരിക്കുന്നത്. പണ്ടേ നിശ്ചയിച്ചിരിക്കുന്നത്. പൂവിടൽ തുടങ്ങി അത്തം മുതൽ തിരുവോണം വരെ എന്നൊക്കെ ഉണ്ട്. ഇപ്പം 10 days വന്നാൽ ഒരു മാസമൊക്കെ ഉണ്ട് ആഘോഷം. ഒരു മാസം കഴിഞ്ഞാലും ഓണാഘോഷം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ സംതൃപ്തി വരണമെങ്കിൽ അതിലേറ്റവും പ്രധാനം ആരോഗ്യം തന്നെയാണ്. ഹെൽത്ത് നന്നായിട്ടിരുന്നാലേ പറ്റും. ഓണസമയത്ത് നമ്മളുടെ വയറിന് പ്രശ്നമായാലും എന്ത് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഴ്ച വന്ന് ഇതായാലും എന്ത് ചെയ്യും, പനി വന്നാലും എന്ത് ചെയ്യും, ആകെ ഡൗണായി. പൈസയുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാവരും ഉണ്ട്, എല്ലാവരും സന്തോഷം. പക്ഷേ ഞാൻ മാത്രം ഇങ്ങനെ എനിക്ക് വയ്യേന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥ. അപ്പം ഹെൽത്ത് ആരോഗ്യം നമുക്കുണ്ടാകും. അപ്പം ആരോഗ്യം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പം ആരോഗ്യത്തിന് എന്താ വേണ്ടത്? ഈശ്വരകൃപയ്ക്ക് വേണ്ടുന്നത് ശക്തിയെ പൂജിക്കുക എന്നുള്ള. ശക്തി ദേവിയുടെ അമ്പലത്തിൽ താൻ പാതി ദൈവം പാതി. ആരോഗ്യത്തിന് ഭക്ഷണം കഴിക്കണം, അതോടൊപ്പം ശക്തിയെ പൂജിക്കണം. ഭക്ഷണം ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെട്ടു. ചില ചെറുപ്പക്കാർക്ക് ജിമ്മിൽ പോകണം, പ്രോട്ടീൻ കഴിക്കണം, വൈറ്റമിൻ കഴിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചില ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം കഴിക്കണം, യോഗ ചെയ്യണം, ഇത് ചെയ്യണം, എൻ്റെ സ്കിന്നിൻ്റെ കാര്യം കറക്റ്റ് ചെയ്യണം, എനിക്കിതാണ് അതാണ് എന്നുള്ള അവരുടെ മുടി കൊഴിയുന്നത് മാറണം, ഇതൊക്കെയാണ്. അപ്പം ഇതൊക്കെ ഓരോ കാര്യം. കുറച്ച് മധ്യവയസ്കരായവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ എണ്ണ കാച്ചി അത് ഒന്ന് പിഴിച്ചിൽ എല്ലാം ചെയ്യണം, പഞ്ചകർമ്മം ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യം. അതല്ലെങ്കിൽ മൊത്തം റൊട്ടീൻ ചെക്കപ്പ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കണം. തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ടോ, സിസ്റ്റിൻ്റെ പ്രശ്നമുണ്ടോ, ഇതൊക്കെ നോക്കി അതെല്ലാം കണ്ടെത്തി അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കണം. പൊതുവേ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് 10,000-10,000 കാര്യങ്ങളും ഉണ്ട് മനുഷ്യന്.
അതിനെല്ലാം കണ്ടെത്താനും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും സമയം ഉണ്ടാക്കണം. അപ്പം ആ എനർജി വരും, ശക്തി വരും. അപ്പോൾ ശക്തി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. മനസ്സിനും ശരീരത്തിനും ശക്തി വേണം. അങ്ങനെ ശക്തി വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തുണ്ടാകും? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പം ഈ ഓണക്കാലത്തെ കാര്യം മാത്രമല്ല, ഈ എനർജി അടുത്ത ഓണക്കാലം വരെ, ഒരു വർഷം വരെ നിൽക്കേണ്ടതാണ് മിനിമം. അതാണ് അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോഴത്തേക്ക് പ്രധാന കലശങ്ങൾ, പൂജകൾ, ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞാൽ അത് അടുത്ത എനർജി വരെ അല്ലെങ്കിൽ അടുത്ത വർഷം വരെ ആ ദേവിയുടെയോ ദേവൻ്റെയോ ചൈതന്യം നമ്മളിലേക്ക് വരാൻ വേണ്ടി നമ്മൾ അത്രത്തോളം ഭഗവാനെ തൃപ്തിപ്പെടുത്തി സമർപ്പിക്കുന്നു. ഇതാണ് ഉത്സവക്കാലം. അതുപോലെ കാലമാണ് നമ്മുടെ സ്വന്തം ഓണം, നമ്മുടെ ഉത്സവക്കാലം. അപ്പം അതിന് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ആ എനർജി നമ്മൾ കണ്ടെത്തണം, ഏറ്റെടുക്കണം, സ്വീകരിക്കണം. അതല്ലാതെ വന്നു ചേരില്ല. എനർജി വരുമ്പോൾ നമുക്ക് അതനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റും, സമ്പത്തുണ്ടാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഓണക്കാലത്ത് സമ്പത്ത് എന്തുവാണ്? എല്ലാവർക്കും വലിയവർക്കൊക്കെ അതിൻ്റേതായുള്ള വിഹിതങ്ങൾ കൊടുക്കുക, നമസ്കരിക്കുക, നല്ല വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, നല്ല ഭക്ഷണത്തിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇതെല്ലാം സമ്പത്തിൽപ്പെടുന്ന. ഭാര്യയ്ക്ക് നല്ല നെക്ലസ് വാങ്ങിച്ചു കൊടുക്കുക, ഹസ്ബൻഡിന് നല്ലൊരു മോതിരം, കുട്ടികൾക്ക് നല്ല കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നല്ല അരഞ്ഞാണമോ കൊലുസോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ച് സ്വർണത്തിൻ്റെ വിലയിലൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും സ്വരുക്കൂട്ടി വയ്ക്കുന്നതിൽ ഒരു ആഭരണങ്ങൾ തന്നെയാണ് ഓണത്തിൻ്റെ ഒരു വിശേഷം. ഓണക്കോടി എന്നൊക്കെ പറയും. അപ്പം ആ സമ്പത്ത് നോക്കണ്ട. ആ സമ്പത്ത് പോകെ നമുക്കതിൽ പ്ലസ് പോയിന്റ് വരണം. അപ്പം ഈ ശക്തിയിൽ കൂടി, സമ്പത്തിൽ കൂടി സന്തോഷം വരുമ്പോൾ, ഹാപ്പിനെസ് വരുമ്പോൾ അവിടെ എന്തുണ്ടാവും? നല്ല സ്നേഹം ഉണ്ടാവും. എൻ്റേത്, എൻ്റെ ഭാര്യ, എനിക്കെൻ്റെ കുഞ്ഞ്, എനിക്കെൻ്റെ കുടുംബം, എൻ്റെ അമ്മ, എനിക്കെൻ്റെ എല്ലാമെല്ലാം. ഈ എല്ലാമെല്ലാം സ്വാർത്ഥതയല്ല, സ്നേഹമാണ്. അപ്പം ഇത് വരണമെങ്കിൽ നമ്മൾ അതുപോലെ വർക്ക് ചെയ്യണം. എൻ്റേതെന്ന് പറയുന്നതിൻ്റെ അടുത്ത് തന്നെ നമ്മുടേതെന്ന് പറയും. നമ്മുടെ മക്കളാണ്, അവർ കളിക്കട്ടെ, അവർ നല്ല രീതിയിൽ ഓടട്ടെ, ചാടട്ടെ, അവർ വിജയിക്കട്ടെ. ഈ സന്ദേശം നമ്മുടെ മനസ്സിൽ നിന്ന് വരും, പറയേണ്ട കാര്യമില്ല. പിന്നെയോ അവിടെ എല്ലാം സ്നേഹം കൊണ്ട് നമ്മൾ നിറയ്ക്കാൻ പറ്റും, നല്ല സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ പറ്റും. വെള്ളം ചേർക്കാത്ത സ്നേഹം എന്ന് പറയുമല്ലോ, ആ സ്നേഹം. അതാണല്ലോ വിളിച്ചാൽ 10 മിനിറ്റ് എടുക്കാൻ താമസിച്ചാൽ ദേഷ്യം വരുന്നത്. സ്നേഹമുള്ളതുകൊണ്ടാണ്. മെസ്സേജിന് മറുപടി ഒരു ഉടൻ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിക്കണതോ, സ്നേഹമുള്ളത് കൊണ്ടാണ്. അത് ഒരു ഭാഗത്ത്. പിന്നെയോ അപ്പം ഈ സ്നേഹവും കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് മറ്റൊരു കാര്യം നമുക്ക് അറിയാതെ നമ്മുടെ കൂടെ ഉണ്ടാവും. വിശ്വാസം, ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം. ബന്ധങ്ങൾ, വിശ്വാസങ്ങൾ അത് സ്നേഹത്തിൽ കൂടി ക്രമീകരിക്കുന്നു. ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസമുണ്ട്. പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത വിശ്വാസമുണ്ട്. ചതി എന്ന് പറയണത്, ചീറ്റിംഗ് എന്ന് പറയണത്, ബ്രേക്കപ്പ് എന്ന് പറയണത് ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് മറ്റു നുണയും പാരവയ്പ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശരി തന്നെ ഈ സ്നേഹബന്ധത്തിൻ്റെ അടിത്തറ തകരില്ല. വിശ്വാസ്യത എന്ന് പറയുന്നത് തകരില്ല. ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം. ഈ വിശ്വാസത്തിൻ്റെ നെഗറ്റീവ് ഉണ്ട്. ഈ മനുഷ്യൻ ഇവിടെ എല്ലാം കിടന്ന് കാണിക്കുന്നത്, നാട്ടുകാരുടെ മുമ്പിലും കൂട്ടുകാരുടെ മുമ്പിലും ബന്ധുക്കളുടെ മുമ്പിലും എന്നെപ്പറ്റി ഇങ്ങനെയാണ്. എവളുതാ എല്ലാം കാണിക്കുന്നു, കാര്യങ്ങളൊക്കെ ശരിയല്ലേ. എനിക്കൊരു ആത്മാർത്ഥതയില്ല, പിള്ളേരെ പോലെ നേരെ നോക്കൂല. ഇത് വിശ്വാസം കുറവാണ്. ഇതങ്ങനെയാണ്. സമ്പത്തിൻ്റെ കാര്യത്തിൽ അത് വരും. എല്ലാം തുറന്ന പുസ്തകമായിരിക്കണം.
ആരുടെ മുന്നിൽ, ആർക്ക് വേണ്ടിയിട്ട് എന്നുള്ളത് തുറന്ന പുസ്തകമായിരിക്കണം. നാട്ടുകാർക്ക് വേണ്ടിയിട്ടെന്ന്. എൻ്റെ അവസ്ഥ ഇതാണ്, നിൻ്റെ അവസ്ഥ ഇതാണ്. നമുക്ക് അറിഞ്ഞും കണ്ടും കേട്ടും മനസ്സിലാക്കിയും സമ്പത്ത് കൈകാര്യം ചെയ്യണം. അത് വിശ്വാസ്യതയാണ്. ഒരു സ്ഥാപനത്തിൻ്റെ വലിയൊരു കാര്യം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ അത് ഭംഗിയായിട്ട് കൊണ്ടുപോകും എന്നുള്ളതിൻ്റെ വിശ്വാസ്യതയാണ് അവിടുത്തെ ഗുഡ്വില്ല്. ഇത് കളഞ്ഞു കുടിക്കാൻ പാടില്ല. ഇതിൻ്റെ ഇടയിൽ കളഞ്ഞു കുടിക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള നുണയും പാരവിപ്പും ഉണ്ടാവും. അതിൽ നമ്മൾ വീഴാൻ പാടില്ല. അതാണ് മറ്റൊരു സത്യം. വിശ്വാസം അങ്ങനെ വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം, ഒരു കാര്യത്തിൽ അതിൽ നിൽക്കേണ്ടത് ദൈവചിന്തയും ഗുരുകൃപാ കടാക്ഷവും തന്നെയാണ്. ഈ വിശ്വാസത്തിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഒളിച്ചോടാനുള്ള പല എളുപ്പ വഴിയും പലരും പറഞ്ഞു തരും, കാണിച്ചു തരും, ചുണ്ടിത്തരും. അവിടെ ദൈവചിന്തയും ഗുരുചിന്തയും ചതി എന്നുള്ളത് വരാതിരിക്കാൻ ആത്മാർത്ഥയെ മുറുക്കെ പിടിക്കാം. ഞാൻ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ശക്തി, സമ്പത്ത്, വിശ്വാസം, ആത്മാർത്ഥത, അതിലെല്ലാം ഉപരി സ്നേഹം. ഇവിടെ തൃപ്തി എന്ന് പറയുന്നത് വരും. ഭക്ഷണം കഴിക്കുന്നത് മാത്രമല്ല തൃപ്തി. ഇതെല്ലാം ഉണ്ടെങ്കിലേ കുടുംബഭാവയോഗേനേ സംശിഷ്ടഭാവേനേ തൃപ്തി കവച. തൃപ്തി എന്നുള്ള ഒരു കവചം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ആ തൃപ്തിയുള്ള ഒരു കുടുംബത്തിൻ്റെ 10 ഭാവങ്ങളാവുമ്പം, 10 കുടുംബങ്ങളാവുമ്പം ആ നാടിനൊരു സംതൃപ്തി എന്ന് വരും. ആ ചെറിയ ഗ്രാമത്തിനൊരു സംതൃപ്തി വരും. ഈ സംതൃപ്തി തന്നെയാണ് മഹാബലി ആഗ്രഹിക്കുന്നത്. ചെറുതും വലുതും എല്ലാം സംതൃപ്തിയാണ്. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹത്തിൽ വാമനൻ അനുഗ്രഹിച്ചു തന്ന ഈ ആഘോഷവേളയിൽ ഓരോ രാശിക്കാർക്കും അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. അതിൽ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടുന്നത് നിഷ്കർഷയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ. കുട്ടികളുടെ കാര്യത്തിലും, അമ്മമാരുടെ കാര്യത്തിലും, സഹോദരിമാരുടെ കാര്യത്തിലും, ഭാര്യയുടെ കാര്യത്തിലും, ഭർത്താവിൻ്റെ കാര്യത്തിലും നിഷ്കർഷ എന്ന് പറയുന്ന സംഭവമാണ്. അതിന് ഉദാഹരണം ഈ രാമനാമം ജപിക്കുക കുട്ടികൾക്ക്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അമ്പലത്തിൽ പോവുക, പള്ളിയിൽ പോവുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വീണ്ടും നമ്മൾ റീസെറ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഇത് പലയിടത്തും വളരെ ലൂസായി പോകുന്നു. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ഉള്ള സമയം ആഴ്ചയിൽ ഒരിക്കൽ പോലും ഇല്ല. ഇവിടെ ഈ തുറന്ന പറച്ചിലുകൾ വേണം. രണ്ടാമത് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ മാറ്റിവെച്ച യാത്രകൾ, തീർത്ഥയാത്രയായിരിക്കാം, മറ്റു കാര്യങ്ങളായിരിക്കാം, ഹണിമൂണിൻ്റെ ട്രിപ്പിൻ്റെ വരെ യാത്രകളായിരിക്കാം, അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടിയിട്ടുള്ള യാത്രയായിരിക്കാം, ടൂറായിരിക്കാം. ഇതിന് സമയം കണ്ടെത്തണം. ഇതിന് സമയം കണ്ടെത്തി കാര്യങ്ങളൊരു പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയി അതിന് ഒരു വാരമോ അല്ലെങ്കിൽ 10 ദിവസമോ അതിന് മാറ്റിവെച്ച് ഒരു എനർജി നമുക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റും. മിഥുന രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ കൂട്ടുകുടുംബമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവരെയും നമ്മൾ സന്ദർശിക്കുന്നത് വളരെ ഉചിതമായിട്ടുള്ള സമയമാണ്. അവിടെ ഇനി എനിക്ക് വയ്യ, അവിടെ പോകണം, എന്നെ കൊണ്ട് ഞാൻ ഒരിക്കലും വരില്ല. അതൊക്കെ ഒന്ന് മാറ്റിവെക്കുക. അവരിനി എന്ത് പറഞ്ഞോ ഏത് പറഞ്ഞോ നമ്മളൊന്ന് പോവുക. അവർ തന്നില്ലെങ്കിലും തന്നാലും കുടിച്ചില്ലെങ്കിലും നമ്മളൊന്ന് പോവുക. ഞങ്ങൾ ഇതിനുവഴി പോയപ്പോൾ വന്നു, സുഖമാണല്ലോ. ഈ തരത്തിലുള്ള ഒരു കുശലാന്വേഷണത്തിന് മിനിമം ഒരു നമ്മളെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ ഒരു 5ഓ 6ഓ വീട് എങ്കിലും നമ്മൾ ഒന്നിച്ചു പോകണം. മാറ്റമുണ്ടോ? കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കടങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തീർക്കണം. കുടുംബക്ഷേത്രത്തിൻ്റെ, വൈഫിൻ്റെ, അമ്മയുടെ, അച്ഛൻ്റെ ഒക്കെ കുടുംബക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് പോവുക. അതോടൊപ്പം മിനിമം പഞ്ചഭൂത സമർപ്പണം 5 ശിവക്ഷേത്രത്തിലെങ്കിലും ദർശനം നടത്തുക. ശിവന് പഞ്ചഭൂതാധിപത്യ, ശിവന് ആ 5 സമർപ്പണം 5 ക്ഷേത്രത്തിലായിട്ട് കൊണ്ടുപോയി ചെയ്യണം. പാല്, കരിക്ക്, പനിനീര്,
എണ്ണ, ഭസ്മം, ഇത് ശിവന്റെ നടയിൽ വെച്ച് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും വേണ്ടിയിട്ട് 5 ശിവന്റെ അമ്പലത്തിൽ സമർപ്പിക്കുക. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ പ്രധാനമായിട്ടും പിതൃ പൂജകൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം, തിലഹോമം ചെയ്യണം. കാരണം ജ്ഞാത സങ്കല്പത്തിലുള്ള പിതൃക്കളുടെയൊക്കെ അനുഗ്രഹം നമുക്ക് കിട്ടണമെന്നാണ്. എന്നെ മറന്നു എന്നുള്ള ചോദ്യം വരാൻ പാടില്ല. അതിന് പിതൃപൂജകളെല്ലാം ചെയ്യും. അതോടൊപ്പം സേവന സന്നദ്ധതയോടുകൂടി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. അത് കൂട്ടായിട്ട് തന്നെ ചെയ്യണം. ഒന്നുകിൽ നമ്മുടെ വീട്ടിനകത്തുള്ള അല്ലെങ്കിൽ പുറത്തുള്ള എല്ലാം അടിച്ചൊതുക്കി വൃത്തിയാക്കി എല്ലാം ഒന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് അടുക്കി പറക്കി വയ്ക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്പലമോ പള്ളിയോ പോയി നമ്മുടെ വീട്ടുകാർ അവിടെ ഒരു ദിവസത്തെ സമർപ്പണം ചെയ്യുക. പുല്ലുപറിക്കുക മുതൽ എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യുക. അതൊന്ന് ഒരു സമർപ്പണം ആയിട്ടൊന്ന് ചെയ്യുക. മാറ്റം ഉണ്ടാവും. കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ പഴയ വസ്തുക്കൾ എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ആവശ്യവും അനാവശ്യവുമായിട്ടുള്ളതെല്ലാം ഒഴിവാക്കി കളഞ്ഞിട്ട്, പഴയ വസ്തുക്കളെന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളല്ല, ഇല്ലാത്ത നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്ഥാപനത്തിലൊക്കെ കാണും, അതെല്ലാം ആക്രി സാധനങ്ങളെല്ലാം മാറ്റി ശുദ്ധിയാക്കുക, സ്ഥലശുദ്ധി ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രശ്നം. അതോടൊപ്പം ഒരു വാസ്തു പൂജയോ വാസ്തു ബലിയോ ചെയ്യുന്നതും കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം വളരെ ഉചിതമായിരിക്കും. തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ അവിടെ മുരുകസ്വാമിയാണ് നിൽക്കുന്നത്. അതിൽ 3 കാര്യങ്ങൾ കൃത്യമായിട്ടും ചെയ്താൽ വളരെ വളരെ നല്ലതാണ്. നമ്മുടെ മുത്തശ്ശിമാർ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ പോയി ചെയ്യുക. അവരുടെ ശാരീരിക പ്രശ്നത്തിന് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചികിത്സ, ചിലപ്പം വല്ല കുഴമ്പോ അല്ലെങ്കിൽ ആയുർവേദത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇതാണോ അത് ചെയ്യുക. ഇല്ലെങ്കിൽ അവരോടൊപ്പം അവർ പറയുന്ന വാക്കുകൾ, പ്രവൃത്തികൾ ഇതെല്ലാം നമ്മൾ കേൾക്കാനുള്ള സഹനശക്തിയോടുകൂടി കുറച്ച് സമയം അവർക്ക് കൊടുക്കുക. ഒരു 4-5 ദിവസമെങ്കിലും കൊടുക്കുക. അവരുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് കുറ്റപ്പെടുത്തലായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നെങ്കിലും നല്ല രീതിയിൽ നമുക്ക് അനുഗ്രഹമായിട്ടായിരിക്കും അത് കിട്ടണം, യാതൊരു സംശയം. തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനുള്ള പ്രായശ്ചിത്തം നമ്മൾ ചെയ്യുകയും വേണം. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ 7 കാര്യങ്ങൾ ശുഭകരമായിട്ട് ചെയ്യാൻ പറ്റും. അതിലൊന്ന്, ഗൃഹസ്ഥാനത്ത് നിൽക്കുന്ന നെഗറ്റീവായിട്ടുള്ള ചെടികളോ വൃക്ഷങ്ങളോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അതിനെ മാറ്റി സ്ഥാപിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള സമയമാണ്. വസ്തുവിന്, വീടിന് അതിൻ്റേതായിട്ടുള്ള കോട്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് നികഴ്ത്തി അതിനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാരംഭ വർക്കുകളെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം. 3-ാമത്തെ കാര്യം, ചില ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങളിൽ വന്നിരിക്കുന്ന വിള്ളലുകൾ അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി അതൊക്കെ മറന്നുകൊണ്ട് അവരുമായിട്ട് ഒരു പുതിയൊരു സമീപനത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് ഉചിതമായിരിക്കും. പിന്നെയോ പ്രത്യേകിച്ച് അന്നദാനം എവിടെയാണോ നമ്മൾ നടക്കുന്നത് അവിടെ നമ്മൾ സകുടുംബം പോയി അന്നദാനത്തിൽ ക്ഷേത്രത്തിലോ പള്ളിയിലോ പങ്കെടുത്ത് അതിൽ നിന്നും കഴിക്കുന്നത് വളരെ ഗുണകരമായി. 5-ാമത്തെ സംഗതി, ചില കാര്യങ്ങളിൽ ഈ പറഞ്ഞ അഗതി മന്ദിരത്തിലേക്ക് നമ്മളാൽ കഴിയുന്ന സമർപ്പണങ്ങൾ ചെയ്യാം. അഗതി മന്ദിരത്തിലേക്ക്, അതോടൊപ്പം കുടുംബക്ഷേത്രത്തിലും നമ്മളോടൊപ്പം ചെയ്യേണ്ട ചില കാര്യങ്ങൾ സമർപ്പിച്ച് ചെയ്യുക. അവരൊന്നും കേൾക്കുകയോ പറയുകയോ ഒന്നും വേണ്ട, അത് ചെയ്യണം. ധനുരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ച് ഏറ്റെടുക്കണം എന്നുള്ളതാണ്. സൊസൈറ്റിയിൽ വരുന്ന കാര്യങ്ങൾ, അമ്പലത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, പള്ളിയുടേതായിട്ടുള്ള കാര്യങ്ങൾ,
ഇവിടെ എല്ലാവരും മുന്നിട്ട് നിന്നില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരാളെങ്കിലും അത് മുന്നിട്ട് നിന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അത് നമുക്ക് വളരെ ഗുണവും നേട്ടവും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഫ്യൂച്ചറിൽ ഉണ്ടാകാം. പിന്നെയോ വളർത്തു മൃഗത്തിനെ നമ്മൾ പരിപാലിച്ചു കൊണ്ടുപോകുന്നതിൽ വീഴ്ചയുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പശുക്കളെയോ ആടുകളെയോ പോറ്റാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മൾ അതിന് സമയം കണ്ടെത്തണം. അതിൻ്റെ മാറ്റവും അതിൻ്റെ ഐശ്വര്യവും നമുക്ക് നമ്മുടെ വരുന്ന തലമുറയ്ക്കുണ്ടാവും, യാതൊരു സംശയമില്ല. ഇപ്പോൾ സിറ്റിയിലൊക്കെ ഒരു പശുവിനെ വാങ്ങിച്ച് കെട്ടി നോക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് വേറെ ഏത് തരത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി വളരെ ഇതാണ്. അതിൽ ഈ ശ്രീരാമചരിതത്തിൽ രാമായണത്തിൽ പറയുന്നുണ്ട് പശുക്കൾക്കുള്ള പ്രാധാന്യം. വസിഷ്ഠൻ കൊടുത്ത പശുക്കൾക്കുള്ള പ്രാധാന്യം തീർച്ചയായിട്ടും രാമായണം എന്ന് പറഞ്ഞാൽ അതൊരു സത്യമാണ്. അതിൽ ഗോവിന് ധേനുവിന് അതിൻ്റേതായിട്ടുള്ളൊരു സ്ഥാനം ഒരു കാലഘട്ടത്തുണ്ടായിരുന്നു. അതിൻ്റെ ഹിസ്റ്ററിയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ രാമായണത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടകം. അപ്പം പശു ഒരു വീട്ടിലുണ്ടെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടും രോഗാല ദുരിതങ്ങളും മാറും എന്നുള്ളതാണ് സത്യം. മകരം രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നമുള്ളത്, ചില നെഗറ്റീവ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പുറകെ പോകും. അതിൽ നിന്ന് പുറകെ തിരിഞ്ഞു വരാൻ ബുദ്ധിമുട്ടുണ്ടാകും. അത് പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾ സഹായിച്ചിട്ടുള്ളതിലൊക്കെ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ നഷ്ടം ഉണ്ടാകുന്നത്. അത് എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി തീരുമാനിച്ച് നമ്മൾ നോക്കണം. കുംഭം രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ പഠിച്ചതൊന്ന്, ലഭിച്ചതൊന്ന്, പോകുന്നതൊന്ന്, അതിനെ പറ്റിയിട്ടുള്ളൊരു ദുഃഖം പ്രത്യേകിച്ച് ഉന്നത പഠനം നടത്തിയവർക്കുണ്ടാകാം. പക്ഷേ ഗവേഷണങ്ങൾ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് നമ്മൾ സ്വയം ആർജിച്ചെടുത്തേ പറ്റൂ. അതിൽ നിന്ന് പിന്നോട്ട് പോയി ലോസ് വരാൻ പാടില്ല. കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും പല മേഖലയിൽ പോകും. പ്രസ്ഥാനം അല്ലെങ്കിൽ സംഘടന, പൊളിറ്റിക്സ് കാര്യത്തിൽ കുറച്ച് ആർജവത്തോടു കൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യവും നേട്ടവും സ്ഥാനവും മാനവും വരാൻ പറ്റുന്ന സമയമാണ്. ഇതിന് ശിവൻ്റെ അമ്പലത്തിൽ അതിൻ്റെ സമർപ്പണം നമ്മൾ ചെയ്യണം. പ്രത്യേകിച്ച് പഞ്ചഭൂതാധിപത്യ സമർപ്പണം തന്നെ ചെയ്താൽ വളരെ നല്ലത്. എണ്ണ, പാല്, കരിക്ക്, നെയ്യ്, തേര്, ഭസ്മം, ഇത് 5 ശിവക്ഷേത്രത്തിൽ കൊടുക്കുക, പ്രാർത്ഥിക്കുക, അർച്ചന നടത്തുക. മീനം രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ 2-3 കാര്യങ്ങൾ ഇവിടെയും പറയാനുണ്ട്. ഈ രാശിക്കാരെ പൊതുവേ ഇപ്പം പറഞ്ഞിട്ടുള്ളതെല്ലാം പൊതുവേ ഉള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ഓണത്തിൻ്റെ സന്ദേശത്തോടൊപ്പം രാശിസ്ഥിതി ഫലങ്ങൾ ലളിതമായിട്ടൊന്ന് പറഞ്ഞു പോയത്. അതിൻ്റെ നിർഗുണഭാവങ്ങൾ നമ്മൾ നോക്കിയാൽ കണ്ടെത്തുന്നത്, ഗുണഭാവങ്ങൾ നോക്കിയാൽ കണ്ടെത്തുന്നത് വളരെ ഡെപ്തിലുള്ളത്. ആ ഡെപ്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. പൊതുവേ ഉള്ള ചില കാര്യങ്ങൾ അതിൽ മീനൻ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ചില കാര്യങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെ നിസ്സഹകരണം നമ്മളെ തളർത്തി വയ്ക്കാം. പക്ഷെ അത് താൽക്കാലികമാണ്. അവർ വീണ്ടും തിരിച്ച് നമ്മളെ തേടി തന്നെ വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവിടെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ, സീരിയല്, നാടകം, സിനിമ ഫീൽഡ്, ഇവിടെയൊക്കെ ഒരു പുതുതായിട്ടുള്ള സംരംഭങ്ങളോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഉടച്ചു വാർക്കലുകളോ നടക്കുന്നുണ്ടെങ്കിൽ നമ്മളതിൽ ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക് നേട്ടമുണ്ടാകും. കാലഘട്ടത്തിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളനുസരിച്ചിട്ട് ഓരോ സൃഷ്ടി ഉണ്ടാകാനുള്ള ദൈവാധീനമുണ്ട്. എഴുത്തുകാരെ സംബന്ധിച്ചോളം വളരെ നല്ല സമയമാണ് ഈ വർഷം. അത് ചില കാര്യങ്ങൾ ചില സമയത്ത് നമ്മുടെ സൃഷ്ടി മൂളത്തിൽ മനസ്സിൽ വന്ന് ഹൃദയത്തിലേക്ക്, അത് ശരീരത്തിൽ നിന്ന് പ്രവൃത്തിയിലേക്ക്, വാക്കിൻ തുമ്പത്ത് നിന്ന് എഴുത്തിലേക്ക്, അതാണ് ഒരു സത്യമായിട്ട് വേണം. രാമായണമായിരുന്നാലും ഭാരതമായിരുന്നാലും കാറൽ മാർക്സ് എഴുതിയിട്ടുള്ള ഹിസ്റ്ററി ആയിരുന്നാലും ശരി തന്നെ, ഇതങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കഴിവുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം അവർ സ്വയം മനസ്സിലാക്കി ചില കാര്യങ്ങളിലേക്ക്
തപസ്സനുഷ്ഠിക്കേണ്ടി വരും, ഒന്ന് നിഷ്കർഷയോടുകൂടി ജീവിതം ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒന്നും കൂടി തിരുവോണാശംസകൾ നേർന്നുകൊണ്ട് നമസ്കാരം.